Hello friends, welcome back to my channel SSC Cooking World. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള മയോണൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അത് വെജിറ്റബിൾ ആണ്, ഓയിലും മുട്ടയൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നതാണ്. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനെടുത്ത പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിൽ എത്തുകയുള്ളൂ. നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. ഇത് നമ്മൾ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രം വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നുള്ളത്. അത് പാല് കൊണ്ടാണ് ഉണ്ടാക്കുന്നുള്ളത്. നല്ല സ്റ്റിഫായിട്ട് തന്നെ നല്ല ഫ്ലഫി ആയിട്ടുള്ള നല്ല ക്രീം പോലെ ആയിട്ട് നമുക്ക് മയോണൈസ് കിട്ടുന്നുണ്ട് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ. അപ്പോൾ അതിലേക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ 3 കപ്പ് പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമ്മൾ ചായക്ക് കുടിക്കുന്ന കപ്പിൽ അതിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് 3 കപ്പുണ്ട്. 250 ml അത്രയുണ്ട് ആ ഒരു ഗ്ലാസ്. അപ്പോൾ 3 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഫ്രഷ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. അതിനെ ഞാനൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾക്കിതിനെ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. ഇത് തിളച്ച് വരുന്ന ടൈമിലാണ് നമ്മൾ ഇതിലേക്ക് വിനീഗറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നുള്ളത്. സിർക്ക അത് 1 ടീസ്പൂൺ ഫുള്ളായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തിളക്കുന്ന ടൈമിൽ തന്നെ പെട്ടെന്ന് അത് പിരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അതാ ഇങ്ങനെയായിട്ട് പിരിഞ്ഞു കിട്ടും. പനീറാണ് നമ്മളിത് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുള്ളത്. അപ്പോൾ അതിനെ നമ്മൾ അരിപ്പയിൽ സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ നല്ല കട്ടിക്കായിട്ട് തന്നെ എനിക്ക് പനീർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഒരു വെളുത്തുള്ളിയുടെ അല്ലി മാത്രമാണ് കേട്ടോ ഞാൻ ഇടുന്നുള്ളത്. ഇത്രയും തന്നെ ധാരാളം മതി. കൂടുതൽ ഇട്ടെങ്കിൽ അത് നല്ലോണം എരിവ് പോലെ ആയിപ്പോവും. അത് കാരണം ഒരല്ലി മാത്രം മതി. അതിനെ 3 പീസാക്കിയിട്ടാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക്. പിന്നീട് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളത് ലൈമാണ് കേട്ടോ. അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ ലൈം 1 ടേബിൾ സ്പൂൺ ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് പെപ്പർ പൗഡറാണ് 1/4 ടീസ്പൂണ്. പിന്നെ പഞ്ചസാര ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണ് പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മൾക്ക് പനീർ വെച്ചും ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് പനീർ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ പനീറാണ്. അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇതാ കണ്ടില്ലേ, നമ്മൾ അത് അടിച്ച് വരുമ്പോഴത്തേനും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾക്ക് മയോണൈസ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇതിലേക്ക് പഞ്ചസാര ആവശ്യമില്ല എന്നുള്ളവർ അത് ഒഴിവാക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിട്ടെങ്കിലും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇതിന് കിട്ടുന്നുള്ളത്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മയോണൈസ് നമ്മൾക്ക് ഇനി ഹെൽത്തി ആയിട്ട് ഓയിലോ അതുപോലെ തന്നെ മുട്ടയോ ഒന്നും ചേർക്കാതെ തന്നെ നമ്മൾക്ക് എഗ്ലെസ് മയോണൈസ് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് 2-3 ഡേയ്സ് ഒന്നും ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളെല്ലാവരും ഇനി ഇതുപോലെ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിച്ചോളൂ. മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും ഇത്. എൻ്റെ റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാൻ മറക്കല്ലേ. ഇനിയും ഒരുപാട് പുതിയ വീഡിയോസുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.